ഈ സിവിക് സെൻസ് എന്നുള്ള വാക്ക് വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? പ്രത്യേകിച്ച് അബ്രോഡ് പിള്ളേർ പഠിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 മേജർ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് അബ്രോഡ് മാത്രമല്ല, നമ്മുടെ നാട്ടിലും ഫോളോ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഏറ്റവും ആദ്യമത്തെ കാര്യം, നമ്മൾ ട്രെയിനിലോ ബസ്സിലോ ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ ഇരിക്കുമ്പോൾ വലിയ വോളിയത്തിൽ റീൽസ് കാണുകയോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുകയോ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓൾവേസ് യൂസ് യുവർ ഹെഡ്സെറ്റ്. പിന്നെ രണ്ടാമത്, നമ്മളിവിടെ നോർമൽ ആണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ അടഞ്ഞുകൊണ്ടിരിക്കുന്ന ലിഫ്റ്റ് കയറി കൈ ഇട്ടിട്ട് നമ്മൾ അവരെ ബുദ്ധിമുട്ടിച്ച് പിന്നെ അവിടെ കയറി അങ്ങനെയുള്ള പരിപാടികളൊന്നും അവിടെ ചെയ്യാൻ പാടില്ല. അത് വളരെയധികം സിവിക് സെൻസ് ഇല്ലായ്മയാണ് കാണിക്കുന്നത്. മൂന്നാമത്തെ കാര്യം റിലേറ്റഡ് ആണ്. നമ്മളൊരു ബസ്സിൽ കയറുമ്പോൾ ആൾക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് ചാടി കയറുന്ന പതിവ് നമ്മൾ ഇന്ത്യൻസിനുണ്ട് അല്ലേ? പക്ഷെ അവരെല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാൽ ക്യൂ പാലിച്ച്, അതായത് ആദ്യമേ ആരാണ്, ഇപ്പോൾ പ്രായമുള്ളവരൊക്കെയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നെങ്കിൽ അവരെല്ലാം കയറിയിട്ട് മാത്രമേ നമ്മൾ കയറാൻ പാടുള്ളൂ. നമ്മൾ ഈ ചാടി കയറുന്ന സ്വഭാവം നമുക്ക് പെട്ടെന്ന് അവിടെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക. പിന്നെ നാലാമത്തെ ഒരു പുതിയ കാര്യം എനിക്ക് തോന്നിയത്, ഈ എസ്കലേറ്റേഴ്സ് അവിടെ ഒത്തിരി അധികം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ എസ്കലേറ്ററിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ചേർന്നേ നമ്മൾ എപ്പോഴും നിൽക്കാൻ പാടുള്ളൂ. ബിക്കോസ് ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് സ്പീഡിൽ നടന്നു പോകാൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളുടെ ഇവിടെ അങ്ങനെ ഒരു ശീലമില്ല. നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്തായിരിക്കും എസ്കലേറ്ററിൻ്റെ ഫുള്ളായിട്ട് നിൽക്കാറുള്ളത്. പക്ഷേ അവിടെ അത് നോർമൽ അല്ല. അവിടെ അങ്ങനെ നിൽക്കുവാണെങ്കിൽ അവർ സൈഡിലോട്ട് മാറാനായിട്ട് നമ്മളോട് പറയും. സോ നമ്മൾ എപ്പോഴും റൈറ്റ് സൈഡ് ചേർന്ന് നിൽക്കാൻ നോക്കുക. പിന്നെ അഞ്ചാമത്, ഫോണിൽ പാട്ട് വെക്കുന്ന കാര്യം മാത്രമല്ല, ചിലർക്ക് ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള എല്ലാവരും അറിയുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അല്ലേ? അതൊന്നും അവിടെ ചെയ്യാൻ പാടില്ല. കാര്യം അടുത്തിരിക്കുന്ന ആൾക്കാർക്കൊന്നും ഇറിറ്റേഷൻ കൊണ്ടുവരരുത് എന്നുള്ളതാണ് നമ്മുടെ ആദ്യമത്തെ ഒരു ടാസ്ക്. ബേസിക്കലി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു കാര്യവും നമ്മളിവിടെ ചെയ്യാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ പ്ലീസ് കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. സോ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും അതും അറിയിക്കുക. ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ്. ഫോർ മോർ സച്ച് ഇൻഫോർമേറ്റീവ് റീൽസ് ഓൺ എഡ്യൂക്കേഷൻ, ട്രാവൽ ആൻഡ് ലൈഫ്, പ്ലീസ് ഫോളോ മീ അറ്റ് ദീപക് സ്പീക്സ്, ആൻഡ് ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.